പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത മാസത്തോടെ പൂർത്തിയാക്കാൻ റെയിൽവേയിലെ ഗതിശക്തി ഡിപ്പാർട്ട്മെന്റ് കർശന നിർദ്ദേശം നൽകി. 6 മാസം മുൻപ് മധുര DRM സ്ഥലം സന്ദർശിച്ചപ്പോൾ നിർമ്മാണത്തിലെ അപാകതകളും ഗുണനിലവാര പ്രശ്നങ്ങളും കണ്ടെത്തി കരാറുകാരെ ശാസിച്ചിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും ഉപകരാറുകാർക്ക് നിർമ്മാണ ചുമതല കൈമാറിയതിനാൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. യാത്രക്കാരുടെ സംഘടനകളും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടതനുസരിച്ച് ഗതിശക്തി ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് ഉപകരാറുകാരെ ഒഴിവാക്കി ടെൻഡർ എടുത്ത കമ്പനിയോട് നേരിട്ട് ശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. കാലവർഷം ആരംഭിക്കാൻ ആഴ്ചകൾ ശേഷിക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരമാവധി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രവേശന കവാടത്തിന്റെ പെയിന്റിംഗ് ജോലി അവസാന ഘട്ടത്തിലാണ്. നടപ്പാതയുടെ നിർമ്മാണമാണ് ഇനി കൂടുതലായുള്ളത്. പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കുള്ള റോഡിന്റെ കോൺക്രീറ്റ് ജോലി ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. പ്രതീക്ഷാ കാര്യാലയത്തിനുള്ളിലെ നിർമ്മാണം 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കാനാണ് ശ്രമം. എന്നാൽ സ്റ്റേഷൻ മന്ദിരത്തിന് മുൻഭാഗത്തെ ഗ്രൗണ്ടിലുള്ള നിർമ്മാണങ്ങളിൽ ശേഷിക്കുന്നവ ഇനിയും തുടങ്ങിയിട്ടില്ല. ചൌക്ക ഭാഗത്തെ കവാടത്തിൽ നിന്ന് 250 മീറ്ററോളം ദൂരം വരുന്ന നടപ്പാതയുടെ പണി കഴിഞ്ഞ ആഴ്ച പുനരാരംഭിച്ചു. കൈവരി സ്ഥാപിക്കുന്ന നടപ്പാതയിൽ അലങ്കാര ചെടികളും വെച്ചുപിടിപ്പിക്കും. 1.5 വർഷം മുൻപ് ഈ റോഡിന്റെ 2 ഘട്ട കോൺക്രീറ്റിംഗും പൂർത്തീകരിച്ചിരുന്നു. പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കുള്ള റോഡിന്റെ കോൺക്രീറ്റിംഗും കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും. നിലവിലെ ഗ്രൗണ്ട്, RPF മന്ദിരം, പ്രതീക്ഷാ കാര്യാലയം എന്നിവയിൽ നിന്നും 5 അടിയോളം ഉയരത്തിലാണ് പാർക്കിംഗ് ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.